ഭരണി നക്ഷത്രം ധർമ്മത്തിൻ്റെയും സഹനശക്തിയുടെയും നക്ഷത്രം. ഓം ശ്രീ ഗണേശായ നമഃ. ഇന്ന് നമുക്ക് ഭരണി നക്ഷത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കാം. അശ്വതിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി. ഭരണി എന്ന വാക്കിന് ധരിക്കുക, ചുമക്കുക, സംരക്ഷിക്കുക എന്ന അർത്ഥങ്ങളുണ്ട്. ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ധർമ്മപൂർവ്വം മുന്നോട്ട് പോകാൻ നമ്മെ പഠിപ്പിക്കുന്ന നക്ഷത്രമാണിത്. ഭരണി നക്ഷത്രത്തിന്റെ അതിദേവത യമധർമ്മ രാജാവാണ്. യമൻ എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും മരണം ഓർമ്മ വരും. എന്നാൽ യഥാർത്ഥത്തിൽ യമധർമ്മ രാജാവ് നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമാണ്. ആരോടും പക്ഷപാതം കാണിക്കാതെ കർമ്മഫലങ്ങൾ നൽകുന്ന ദൈവശക്തിയാണ് യമൻ. അതിനാൽ ഭരണി നക്ഷത്രത്തിന്റെ പ്രധാന സന്ദേശം ധർമ്മം പാലിക്കുക, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, സത്യത്തിന്റെ വഴിയിൽ നടക്കുക എന്നതാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശക്തമായ മനസ്സുള്ളവരായിരിക്കും. ബുദ്ധിമുട്ടുകൾ വന്നാലും എളുപ്പത്തിൽ തളരില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും തയ്യാറാകും. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പരീക്ഷണമുണ്ട്. ഉള്ളിൽ പല വിഷമങ്ങളും ഉണ്ടായാലും പുറത്ത് പ്രകടിപ്പിക്കാതെ എല്ലാം സ്വയം സഹിക്കാൻ ശ്രമിക്കും. അതിനാൽ മനസ്സിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു: യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനധർമ്മസ്യ തദാത്മനം സുജാമ്യഹം. ഇത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ശ്ലോകമാണ്. അർത്ഥം: ധർമ്മത്തിന് ക്ഷയം വരുമ്പോഴും അധർമ്മം വർദ്ധിക്കുമ്പോഴും ഞാൻ അവതരിക്കുന്നു. ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എത്ര പ്രയാസം വന്നാലും ധർമ്മത്തിന്റെ വഴിയിൽ നിന്ന് മാറരുത് എന്നതാണ്. ഒരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വളരെ സത്യസന്ധനായ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ടും വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. അയൽവാസികളിൽ പലരും അന്യായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിച്ചു. ഒരു ദിവസം ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു: നിങ്ങൾക്കും ഇതുപോലെ എളുപ്പവഴി സ്വീകരിച്ചാൽ ധനികരാകാം, എന്തിനിത്ര കഷ്ടപ്പെടുന്നു? കർഷകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ധനം നഷ്ടപ്പെട്ടാൽ വീണ്ടും നേടാം, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചികിത്സിക്കാം, പക്ഷേ ധർമ്മം നഷ്ടപ്പെട്ടാൽ മനുഷ്യന്റെ മഹത്വം തന്നെ നഷ്ടമാകും. ഈ കഥ ഭരണി നക്ഷത്രത്തിന്റെ യഥാർത്ഥ സന്ദേശമാണ്. ധർമ്മം ഉടൻ ഫലം നൽകണമെന്നില്ല, പക്ഷേ ധർമ്മം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: 1. സത്യസന്ധത കൈവിടരുത്. 2. ദേഷ്യം നിയന്ത്രിക്കുക. 3. മനസ്സിലുള്ള വിഷമങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. 4. മറ്റുള്ളവരെ ക്ഷമിക്കാൻ പഠിക്കുക. 5. ധർമ്മത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുക. ആത്മീയമായി ഇവർക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം, രാമനാമം, ശിവനാമം എന്നിവ ജപിക്കുന്നതും ഏറെ ഗുണകരമാണ്. പ്രിയപ്പെട്ടവരെ, ഭരണി നക്ഷത്രം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം സുഖം മാത്രമല്ല, ജീവിതം ഉത്തരവാദിത്വമാണ്, ജീവിതം സഹനമാണ്, ജീവിതം ധർമ്മമാണ് എന്നതാണ്. ധർമ്മത്തെ കാത്തു സൂക്ഷിക്കുന്നവനെ ധർമ്മം തന്നെ കാത്തു സൂക്ഷിക്കും. ഭരണി നക്ഷത്രത്തിന്റെ 4 പാദങ്ങൾ. ഭരണി നക്ഷത്രം മേടരാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ്. ഓരോ പാദത്തിനും ചില പ്രത്യേക സ്വഭാവ ഗുണങ്ങൾ പരമ്പരാഗത ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. 1-ാം പാദം ധൈര്യശാലികളും ആത്മവിശ്വാസമുള്ളവരുമായിരിക്കും. നേതൃത്വ ഗുണം കൂടുതലായിരിക്കും. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും. ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ വയ്ക്കും. ചിലപ്പോൾ എടുത്തുചാട്ടവും ദേഷ്യവും കാണിച്ചേക്കാം. 2-ാം പാദത്തിൽ ജനിച്ചവർ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കാണിക്കും. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകും. സൗന്ദര്യബോധം, കലാതാൽപര്യവും ഉണ്ടായിരിക്കും. സംസാരശേഷി നല്ലതായിരിക്കും. ധനസമ്പാദനത്തിൽ താല്പര്യം കാണാം. 3-ാം പാദത്തിൽ ജനിച്ചവർ ബുദ്ധിശക്തിയും പഠന താല്പര്യവും കൂടുതലായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടും. ആശയവിനിമയത്തിൽ മിടുക്കരായിരിക്കും. അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം തുടങ്ങിയ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കാം. ചിലപ്പോൾ മനസ്സ് അസ്ഥിരമാവാൻ സാധ്യതയുണ്ട്. 4-ാം പാദത്തിൽ ജനിച്ചവർ വികാരപരമായി കൂടുതൽ ആഴമുള്ളവരായിരിക്കും. കുടുംബത്തോടും ബന്ധുക്കളോടും സ്നേഹവും കരുതലും കാണിക്കും. ആത്മീയതയിലേക്കും ഭക്തിയിലേക്കും ആകർഷണം ഉണ്ടാവാം. മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്ന സ്വഭാവം കാണാം. ചിലപ്പോൾ അമിത വികാരങ്ങൾ കാരണം വിഷമങ്ങൾ അനുഭവപ്പെടാം. പൊതുവായ സന്ദേശം: കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലേ ഹേതുർഭൂർ മാതേ സങ്കോത്സത് കർമ്മണി. അർത്ഥം: നിനക്ക് അവകാശമുള്ളത് കർമ്മം ചെയ്യുന്നതിലാണ്, ഫലത്തിലല്ല. അതിനാൽ കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതിരിക്കുക. ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം: ധൈര്യവും ആത്മവിശ്വാസവും. ഏതു സാഹചര്യത്തെയും നേരിടാനുള്ള ധൈര്യം ഇവർക്കുണ്ട്. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. നീതിബോധം: തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് കൂടുതലായിരിക്കും. അനീതി കണ്ടാൽ പ്രതികരിക്കുന്ന സ്വഭാവം കാണാം. സ്നേഹവും കരുണയും: പുറമേ കർക്കശമായി തോന്നിയാലും ഉള്ളിൽ വളരെ സ്നേഹമുള്ളവരാണ്. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ആത്മാർത്ഥത പുലർത്തും.
സ്വതന്ത്ര ചിന്താഗതിക്കാർ. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല. സ്വന്തം വഴിയിലൂടെ മുന്നേറാൻ ആഗ്രഹിക്കും. കലാപരമായ കഴിവുകൾ. സംഗീതം, സാഹിത്യം, ചിത്രരചന തുടങ്ങിയ കലാരംഗങ്ങളിൽ താല്പര്യം കാണാം. സൗന്ദര്യബോധം കൂടുതലായിരിക്കും. വിദ്യാഭ്യാസം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി നല്ല ഗ്രഹണശക്തിയും ഓർമ്മശക്തിയും ഉള്ളവരാണ്. ഒരു വിഷയം മനസ്സിലാക്കിയാൽ അത് ആഴത്തിൽ പഠിക്കാനും അതിന്റെ സാരാംശം ഗ്രഹിക്കാനും ഇവർക്ക് കഴിയും. പഠന സ്വഭാവം. ചെറുപ്പത്തിൽ പഠനത്തിൽ ചിലപ്പോൾ അശ്രദ്ധ കാണിച്ചേക്കാം. എന്നാൽ താല്പര്യമുള്ള വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. മറ്റുള്ളവരുടെ നിർബന്ധത്തെക്കാൾ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പഠനമാണ് ഇവർക്ക് കൂടുതൽ ഫലപ്രദം. പുതിയ അറിവുകൾ നേടാനും അന്വേഷിക്കാനും ഇഷ്ടപ്പെടും. ഉയർന്ന വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത നല്ലതാണ്. നിയമം, മാനേജ്മെന്റ്, മെഡിസിൻ, കല, സാഹിത്യം, ബിസിനസ്, സൈക്കോളജി തുടങ്ങിയ മേഖലകളിൽ താല്പര്യം കാണാം. പഠനത്തിനായി സ്വദേശം വിട്ട് മറ്റിടങ്ങളിലേക്കോ വിദേശത്തേക്കോ പോകാനുള്ള സാധ്യതയും ചിലർക്കുണ്ടാവാം. വെല്ലുവിളികൾ. ശ്രമക്കുറവ് കാരണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള ചിന്ത വരാം. വാശിയും സ്വതന്ത്ര ചിന്തയും കാരണം അധ്യാപകരുമായോ മാതാപിതാക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഏകാഗ്രത നിലനിർത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. വിജയരഹസ്യം. കൃത്യമായ സമയക്രമം പാലിക്കുക. കോപവും അക്ഷമയും നിയന്ത്രിക്കുക. ഗുരുക്കന്മാരുടെ ഉപദേശം സ്വീകരിക്കുക. സ്ഥിരമായ പരിശ്രമം തുടരുക. വിദ്യാദദാതി വിനയം വിനയാദിയാതി പാത്രതാം പാത്രത്വാദ് ധനമാപ്നോതി ധനാദ് ധർമ്മം തതസ്സുഖം. അർത്ഥം: വിദ്യ വിനയം നൽകുന്നു, വിനയം യോഗ്യത നൽകുന്നു, യോഗ്യത സമ്പത്ത് നൽകുന്നു, സമ്പത്തിൽ നിന്ന് ധർമ്മവും, ധർമ്മത്തിൽ നിന്ന് സുഖവും ലഭിക്കുന്നു. തൊഴിലും കരിയറും. ഭരണി നക്ഷത്രത്തിന്റെ അധിപതി ശുക്രനും ദേവത യമധർമ്മ രാജാവുമാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്വ ബോധം, നീതിബോധം, നേതൃത്വശേഷി, കഠിനാധ്വാനം എന്നിവ സാധാരണയായി കാണപ്പെടുന്നു. തൊഴിൽ സ്വഭാവം. സ്വന്തം കഴിവുകൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടും. ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്നതിൽ ആത്മാർത്ഥത കാണിക്കും. വെല്ലുവിളികൾ നിറഞ്ഞ ജോലികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. കഷ്ടതകൾ വന്നാലും എളുപ്പത്തിൽ പിന്തിരിയാറില്ല. അനുയോജ്യമായ തൊഴിൽ മേഖലകൾ: സർക്കാർ സർവീസ്, നിയമരംഗം, അഭിഭാഷകൻ, ജഡ്ജ്, നിയമ ഉപദേഷ്ടാവ് തുടങ്ങിയവ. പോലീസ്, സൈന്യം, സുരക്ഷാ സേവനങ്ങൾ, മെഡിക്കൽ മേഖല, അധ്യാപനം, പ്രഭാഷണം, ആത്മീയ സേവനം, ബിസിനസ്, സംരംഭകത്വം, ബാങ്കിംഗ്, ഫിനാൻസ്, കല, സംഗീതം, സിനിമ, മീഡിയ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ. സാമ്പത്തിക സ്ഥിതി. തുടക്കകാലത്ത് സാമ്പത്തിക ഉയർച്ചയും താഴ്ചയും ഉണ്ടാവാം. 30 വയസ്സിന് ശേഷം സ്ഥിരത കൈവരിക്കുന്നതായി പരമ്പരാഗത ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നു. സ്വന്തമായി സമ്പാദിച്ച് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചാൽ നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും. തൊഴിൽ വിജയത്തിനുള്ള ഉപദേശം: കോപം നിയന്ത്രിക്കുക, തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കുക, സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക, ക്ഷമയും സ്ഥിരതയും വളർത്തുക. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി മനോരഥൈ നാഹി സുപ്തസ്യ സിംഹസ്യ പ്രവേശതി മുഖേ മൃഗ. ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല, പരിശ്രമം കൊണ്ടാണ് വിജയം. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിലേക്ക് മൃഗങ്ങൾ സ്വയം കയറി വരികയില്ല. അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനവും ആത്മവിശ്വാസവും ചേർന്നാൽ തൊഴിൽ രംഗത്തും കരിയറിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് ജ്യോതിഷ പാരമ്പര്യം പറയുന്നു. വിവാഹ ജീവിതം. ഭരണി നക്ഷത്രം ജനിച്ചവർ സ്നേഹത്തിനും കുടുംബ ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. ഇവർക്ക് ജീവിത പങ്കാളിയോട് ആഴത്തിലുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കും. എന്നാൽ സ്വഭാവത്തിൽ കാണുന്ന വാശിയും സ്വതന്ത്ര ചിന്തയും ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാവാം. വിവാഹ സ്വഭാവം. സ്നേഹമുള്ളവരും കരുതലുമാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് സത്യസന്ധതയും വിശ്വസ്തതയും പ്രതീക്ഷിക്കും. കുടുംബത്തിന്റെ സന്തോഷത്തിനായി ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാവും. ബന്ധങ്ങളിൽ ആത്മാർത്ഥതയും ഉത്തരവാദിത്വ ബോധവും കാണിക്കും. ദാമ്പത്യ ജീവിതത്തിലെ ശക്തികൾ. കുടുംബത്തെ സംരക്ഷിക്കാനുള്ള മനോഭാവം, പങ്കാളിയോടുള്ള വിശ്വസ്തത, സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമം, മക്കളോടും കുടുംബാംഗങ്ങളോടും സ്നേഹവും കരുതലും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അമിതവാശി ഒഴിവാക്കണം. കോപം വന്നാൽ കടുത്ത വാക്കുകൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. പങ്കാളിയുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ബഹുമാനിക്കുകയും വേണം. സംശയ സ്വഭാവം വളരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിനുള്ള ആത്മീയ സന്ദേശം: യന്ത്രനാര്യസ്തു പൂജിതേ രമതേ തന്ത്രദേവത. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നിടത്താണ് ദേവതകൾ വസിക്കുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് യോജിക്കുന്നതും യോജിക്കാത്തതുമായ നക്ഷത്രങ്ങൾ. വേദജ്യോതിഷത്തിൽ വിവാഹപ്പൊരുത്തം നിശ്ചയിക്കുന്നത് നക്ഷത്രം മാത്രം നോക്കിയല്ല, ഗണം, യോനി, രാശി, രാശ്യാധിപൻ, മഹേന്ദ്രം, രഞ്ജു,
നാഡി തുടങ്ങിയ പല പൊരുത്തങ്ങളും പരിശോധിക്കാറുണ്ട്. അതിനാൽ പറയുന്നത് പൊതുവായ നക്ഷത്ര പൊരുത്ത ധാരണകൾ മാത്രമാണ്. പൊതുവെ നല്ല പൊരുത്തം കാണുന്ന നക്ഷത്രങ്ങൾ: അശ്വതി. പരസ്പരം മനസ്സിലാക്കലും പിന്തുണയും ലഭിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. രോഹിണി. സ്നേഹവും കരുതലും നിറഞ്ഞ ബന്ധം. സാമ്പത്തികവും കുടുംബപരവുമായ സ്ഥിരത. മകയിരം. നല്ല ആശയവിനിമയവും പരസ്പര ബഹുമാനവും ജീവിത ലക്ഷ്യങ്ങളിൽ ഐക്യവും ഉണ്ടായിരിക്കും. പൂരം. ശുക്രന്റെ സ്വാധീനം കാരണം ആകർഷണവും സ്നേഹവും കൂടുതലായിരിക്കും. കലാപരവും സാമൂഹികവുമായ താല്പര്യങ്ങൾ ഒത്തുചേരാം. ഉത്രം. ഉത്തരവാദിത്വവും കുടുംബമൂല്യങ്ങളും പങ്കിടുന്ന ബന്ധം. ചോതി. പരസ്പര വളർച്ചയ്ക്കും പുരോഗതിക്കും സഹായകമായ ബന്ധം. കൂടുതൽ ശ്രദ്ധ ആവശ്യമായ നക്ഷത്രങ്ങൾ. കാർത്തിക. ഇരുവരുടെയും ശക്തമായ വ്യക്തിത്വം കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ആയില്യം. വികാരപരമായ വ്യത്യാസങ്ങൾ കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. തൃക്കേട്ട. വാശിയും സ്വതന്ത്രബോധവും തമ്മിൽ ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട്. മൂലം. ജീവിത സമീപനങ്ങളിൽ വ്യത്യാസം അനുഭവപ്പെടാം. ഗുണങ്ങൾ ഒത്തുചേരുമ്പോൾ ബന്ധം ശക്തമാകുന്നു. പക്ഷേ മനസ്സുകൾ ഒത്തുചേരുമ്പോൾ കുടുംബം സന്തോഷമാകുന്നു. ഒരു വ്യക്തിയുടെ വിവാഹപ്പൊരുത്തം കൃത്യമായി അറിയാൻ ജനന നക്ഷത്രം, ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ഉപയോഗിച്ച് പൂർണ്ണ ജാതക പൊരുത്തം പരിശോധിക്കേണ്ടതാണ്. നക്ഷത്രം മാത്രം നോക്കി വിവാഹയോഗ്യത തീരുമാനിക്കുന്നത് പര്യാപ്തമല്ല. ആരോഗ്യ സ്വഭാവം. ജ്യോതിഷ പാരമ്പര്യം അനുസരിച്ച് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ജീവശക്തിയും സഹനശേഷിയും ഉണ്ടായിരിക്കും. എന്നാൽ ചില ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. ഇത് പൊതുവായ ജ്യോതിഷ വിവരണമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വൈദ്യോപദേശം തേടേണ്ടതാണ്. ആരോഗ്യപരമായ ശക്തികൾ. നല്ല ഊർജവും പ്രവർത്തനക്ഷമതയും രോഗങ്ങളിൽ നിന്ന് വേഗത്തിൽ മുക്തി നേടാനുള്ള കഴിവ്, കഠിനാധ്വാനം ചെയ്യാനുള്ള ശാരീരിക ശേഷി, മാനസിക ധൈര്യവും ആത്മവിശ്വാസവും. ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങൾ: അമിതമായ മാനസിക സമ്മർദ്ദം, കോപവും ഉത്കണ്ഠയും മൂലമുള്ള പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, തലവേദന അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം, അനിയന്ത്രിതമായ ഭക്ഷണശീലം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ. ആരോഗ്യത്തിനുള്ള ഉപദേശങ്ങൾ: സമയത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ദിവസവും നടക്കുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക, ധ്യാനവും പ്രാണായാമവും അഭ്യസിക്കുക, കോപം നിയന്ത്രിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുക, രാത്രി ആവശ്യത്തിനുള്ള ഉറക്കം ഉറപ്പാക്കുക. ആത്മീയ പരിഹാരങ്ങൾ. ഭരണി നക്ഷത്രത്തിന്റെ ദേവത യമധർമ്മ രാജാവാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ധർമാനുഷ്ഠാനവും സത്യനിഷ്ഠയും ജീവിതത്തിൽ പാലിക്കുന്നത് മനഃശാന്തിക്ക് സഹായകരമാണെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതത്തിൽ ഈ ശ്ലോകം ജപിക്കുന്നത് നല്ലതാണെന്ന് പാരമ്പര്യം പറയുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖ് ഭവേത്. അർത്ഥം: എല്ലാവരും സുഖമുള്ളവരാകട്ടെ, എല്ലാവരും രോഗമുക്തരാവട്ടെ, എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ. ആരോഗ്യമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഭരണി നക്ഷത്രക്കാർ അവരുടെ ശക്തമായ മനോബലവും ആത്മവിശ്വാസവും നല്ല ജീവിതശൈലിയുമായി കൂട്ടിച്ചേർത്താൽ ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതം നയിക്കാൻ കഴിയും. പ്രശ്നങ്ങളും പരിഹാരങ്ങളും. ഭരണി നക്ഷത്രത്തിന്റെ അധിപതി ശുക്രനും യമധർമ്മ രാജാവുമാണ്. അതിനാൽ ജീവിതത്തിൽ നല്ല കഴിവുകളും നേട്ടങ്ങളും ഉണ്ടാകുമെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വരാം എന്ന് ജ്യോതിഷ പാരമ്പര്യം പറയുന്നു. സാധാരണ കാണപ്പെടുന്ന പ്രശ്നങ്ങൾ: കോപവും വാശിയും, സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം, ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം വരാൻ സാധ്യത, ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പരിഹാരം: ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ ധ്യാനം ചെയ്യാൻ ശ്രമിക്കുക. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന ശീലം വളർത്തുക. ഓം ശാന്തി 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 ജപിക്കുക. സാമ്പത്തിക ഉയർച്ചത്താഴ്ചകൾ. പണം സമ്പാദിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ചിലപ്പോൾ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാം. നിക്ഷേപങ്ങളിൽ എടുത്തുചാട്ടം കാണിക്കാം. പരിഹാരം: വരവിനും ചിലവിനും കൃത്യമായ കണക്ക് സൂക്ഷിക്കുക. വെള്ളിയാഴ്ച ദാനം ചെയ്യുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ശുക്രഗ്രഹ പ്രാർത്ഥന നടത്തുക. കുടുംബജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ. വാശി കാരണം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്വന്തം വികാരങ്ങൾ തുറന്നു പറയാൻ ചിലപ്പോൾ മടിയുണ്ടാവും. പരിഹാരം: പങ്കാളിയുടെ അഭിപ്രായം കേൾക്കാൻ സമയം കണ്ടെത്തുക. പരസ്പര ബഹുമാനം നിലനിർത്തുക. കുടുംബദേവതയെ പ്രാർത്ഥിക്കുക. മാനസിക സമ്മർദ്ദം. എല്ലാ കാര്യങ്ങളും പൂർണ്ണതയോടെ ചെയ്യാൻ ശ്രമിക്കുന്നതിനാൽ സമ്മർദ്ദം അനുഭവപ്പെടാം. അമിത ചിന്ത ഉണ്ടാവാം. പരിഹാരം: യോഗയും പ്രാണായാമവും ചെയ്യുക. ഭഗവത്ഗീത വായിക്കുക. പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കുക. ആത്മീയ പരിഹാരങ്ങൾ. ശുക്രഗ്രഹ അനുഗ്രഹത്തിനായി വെള്ളിയാഴ്ച രാവിലെ ഓം ശുക്രായ നമഃ 108 പ്രാവശ്യം ജപിക്കാം. യമധർമ്മരാജ സ്മരണം. ധർമാനുഷ്ഠാനവും സത്യസന്ധതയും പാലിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. ഇതാണ്
ഭരണി നക്ഷത്രക്കാർക്കുള്ള ഏറ്റവും വലിയ പരിഹാരമായി പാരമ്പര്യം പറയുന്നത്. ഒരു രാജാവ് യമധർമ്മ രാജാവിനോട് ചോദിച്ചു, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? യമൻ മറുപടി പറഞ്ഞു, അവന്റെ നിയന്ത്രിക്കാത്ത മനസ്സും കോപവുമാണ് അവന്റെ യഥാർത്ഥ ശത്രു. ഈ കഥയുടെ സന്ദേശം, ഭരണി നക്ഷത്രക്കാരുടെ ശക്തി അവരുടെ മനോബലമാണ്. അതേ മനസ്സ് നിയന്ത്രിക്കാതെ വിട്ടാൽ അത് അവരുടെ വെല്ലുവിളിയുമാകാം.